യൂറോപ്പിൽ അമേരിക്ക ഒറ്റപ്പെടുകയാണ്. തന്റെ യുദ്ധക്കൊതിയുമായി അമേരിക്ക പശ്ചിമേഷ്യൻ സംഘർഷം തീർക്കുമ്പോൾ യൂറോപ്പിലും അതിന്റെ അലയൊലികൾ അടിക്കുന്നുണ്ട്. യൂറോപ്പിലേക്കുള്ള ഇന്ധനത്തിന്റെ ഏറിയ പങ്കും വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. അനാവശ്യമായി ഇവിടെ അമേരിക്ക അധിനിവേശം നടത്തുമ്പോൾ അത് യൂറോപ്പിന്റെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അമേരിക്കയ്ക്ക് മുട്ടൻ പണിയുമായി യൂറോപ്യൻ രാജ്യങ്ങൾ ഇറങ്ങുന്നത്. ഇതോടെ യുദ്ധഭൂമിയിൽ ഇസ്രായേൽ പിന്തുണ മാത്രമായി അമേരിക്കയ്ക്കുള്ളതെന്ന് കാണാൻ സാധിക്കും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ പിൻവലിക്കുകയോ നൽകാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. കാരണം ഇറാനിൽ നിന്ന് ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള അമേരിക്കയ്ക്ക് പൊരുതാൻ തങ്ങളുടെ സൈനിക താവളങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. അതിന് മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ കൂടിയേ തീരൂ. എന്നാൽ അനാവശ്യമായ യുദ്ധവും ഭീഷണികളും നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതിയെന്ന മുന്നറിയിപ്പാണ് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്നത്. വ്യോമപാത ഉപയോഗിക്കുന്നതിനടക്കം വിലക്ക് മറ്റ് രാജ്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് പറക്കാൻ ആകാശമില്ലാത്ത അവസ്ഥയാണ് അമേരിക്കയെ വലയ്ക്കുന്നത്. നേരത്തെ ലോക പോലീസ് ചമഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് രാജ്യങ്ങൾ. ഏറ്റവും ഒടുവിലായി അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിലക്കുമായി എത്തിയിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ് എന്ന യൂറോപ്യൻ രാജ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ആകാശപരിധിയിൽ സ്വിറ്റ്സർലൻഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട യുഎസിന്റെ സൈനിക വിമാനങ്ങൾക്കാണ് ആകാശപാതയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിന്റെ നിഷ്പക്ഷതയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് വിലക്കെന്ന് സ്വിസ് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തിനെ തങ്ങൾ എതിർക്കുന്നുണ്ട്. ഒരു പിന്തുണയും നൽകാൻ സാധിക്കില്ല. അത് അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും എന്നാണ് സ്വിസ് ഭരണകൂടം പറയുന്നത്. ഞായറാഴ്ച 2 യുഎസ് സൈനിക വിമാനങ്ങൾക്ക് രാജ്യം അനുമതി നിഷേധിച്ചതായും എന്നാൽ 2 യാത്രാ വിമാനങ്ങൾ ഉൾപ്പെടെ 3 യുഎസ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയതായും സ്വിസ് ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. വിലക്ക് ലംഘിച്ച് പറക്കുകയാണെങ്കിൽ സൈനിക ഓപ്പറേഷനിലൂടെ വിമാനത്തിനെ ആക്രമിച്ച് നിലത്തിറക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അമേരിക്കയുടെ സൈനിക വിമാനങ്ങളുടെ അഭ്യർത്ഥനകൾ സ്വിസ് ഭരണകൂടം ചർച്ച ചെയ്തുവെന്നും പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട 2 അഭ്യർത്ഥനകൾ രാജ്യത്തിന്റെ നിഷ്പക്ഷതയുടെ നിയമം ചൂണ്ടിക്കാട്ടി ഫെഡറൽ കൗൺസിൽ നിരസിച്ചുവെന്നാണ് സ്വിസ് ഭരണകൂടം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അതേസമയം 2 യാത്രാ വിമാനങ്ങൾക്കും ഒരു മെയിന്റനൻസ് വിമാനത്തിനും അനുമതി നൽകിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധങ്ങളിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് കൂടി വലിച്ചിഴയ്ക്കാനുള്ള നീക്കമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. ഹോർമുസ് കടലിടുക്ക് ഏത് വിധേനയും തുറക്കുമെന്നും അതിനായി ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK എന്നിവർ കപ്പലുകൾ അയക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന പല രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയുമായി ചേർന്ന് കടലിടുക്ക് തുറക്കാനും സുരക്ഷിതവുമായി നിലനിർത്താനും യുദ്ധക്കപ്പലുകൾ അയക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ സൈനിക ശേഷിയുടെ 100% നമ്മൾ ഇതിനകം നശിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അവർക്ക് 1-2 ഡ്രോൺ അയക്കാനോ ഒരു മൈൻ ഇടാനോ അല്ലെങ്കിൽ ഈ ജലപാതയിൽ ഒരു ക്ലോസ് റേഞ്ച് മിസൈൽ എത്തിക്കാനോ എളുപ്പമാണ് എന്നും പ്രസിഡന്റ് പറയുന്നുണ്ട്. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK എന്നിവർ കടലിടുക്ക് തുറക്കാനായി കപ്പലുകൾ അയക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം അമേരിക്ക തീരപ്രദേശത്ത് ബോംബാക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇറാനിയൻ ബോട്ടുകളെയും കപ്പലുകളെയും തുടർച്ചയായി വെടിവെക്കുമെന്നും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കുടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് തുറന്നതും സുരക്ഷിതവും സ്വതന്ത്രവുമാക്കാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഈ രാജ്യങ്ങളൊന്നും ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടില്ല. ഫെബ്രുവരി 28-ന് തുടങ്ങിയ ആക്രമണം 16 ദിവസം പിന്നിടുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനെ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞ ട്രംപ് ഇടയ്ക്ക് യുദ്ധം ജയിച്ചുവെന്ന് പറഞ്ഞ് തലയുയരാൻ ശ്രമിച്ചുവെങ്കിലും ഇസ്രായേൽ ആ നീക്കം തടഞ്ഞു. യുദ്ധം നിർത്തുന്നതിനായി ഇറാൻ തങ്ങളെ സമീപിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും ഇറാൻ തയ്യാറല്ലെന്നും 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായി രാജ്യം സജ്ജമാണെന്നും നേതാവ് പറഞ്ഞു കഴിഞ്ഞു.